ഹലോ ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഓണമൊക്കെ വന്നു. അപ്പം നമുക്ക് ഓണത്തിന് കുറെ സ്പെഷ്യൽ കറീസ് ഉണ്ട്. അപ്പം കറിനാരങ്ങ എല്ലാവരും അച്ചാറിടുന്നത് കോമൺ ആണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ കറിനാരങ്ങ 2 ഇതേപോലെ ചെറിയ ചെറിയ നമ്മൾ അച്ചാറിടുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസ് ആക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ കുറച്ച് നേരം 2 മണിക്കൂർ ഞാൻ വെച്ചതിന് ശേഷം ഞാൻ അച്ചാറിടാൻ പോവാണ്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒരു പിടി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഇഞ്ചി നന്നായിട്ട് ചതച്ചത്, ഉലുവാപ്പൊടി, ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ കായപ്പൊടി, കരിവേപ്പില, കാന്താരി മുളക് ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കാന്താരി മുളക് ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാശ്മീരി മുളകാണ്. ഒരു 3-4 സ്പൂൺ കാശ്മീരി മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിക്കനുസരിച്ച് നമുക്ക് കാശ്മീരി മുളക് എടുക്കാം കേട്ടോ, കാശ്മീരിയോ അല്ലെങ്കിൽ ഏതാന്ന് വെച്ചാൽ. എന്നിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു പാൻ എടുത്ത് നമുക്കിതൊന്ന് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാകത്തിനുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പൊ കറിനാരങ്ങ അച്ചാറിടുന്നതും അതേപോലെ തന്നെ പുളിയിഞ്ചി അതൊക്കെ നമ്മുടെ ഒരു ഓണത്തിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസ് ആണ്. അപ്പൊ കറിനാരങ്ങ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് ഓണത്തിന് തന്നെയാണ്, സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് അച്ചാറിടുന്നത്, കറിനാരങ്ങ കൊണ്ട് അച്ചാറിടുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പം നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കൂട്ടുകളെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ നേരത്തെ തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് മൂക്കണ്ട, ഒരു പാകം ഒരു ഹാഫ് മതി, അത്രയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. എത്രയും ചേർക്കാമോ അത്രയും നല്ലതാണ്. അച്ചാറിനൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഈ കറിനാരങ്ങ ആയാലും ഏതായാലും മാങ്ങയായാലും എന്തെടുത്താലും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. 2 മണിക്കൂർ ഒക്കെ വെച്ചതിന് ശേഷം അച്ചാറിടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചൊരു പച്ചപ്പൊക്കെ മാറി ഒരുപാടങ്ങ് കരിയണ്ട, ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണം, അല്ലെങ്കിൽ ചിലപ്പം ഒരു സൈഡ് മാത്രമേ മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ഈ ഒരു ഏകദേശം ഈ ഒരു പാവം വരെ അത്രയും ആയാൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഒന്ന് വേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകളെല്ലാം 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചപ്പ് മണം മാറുന്നിടം വരെയും നമുക്ക് ഇളക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളകുപൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യാം. ഒരു 4 സ്പൂൺ കാശ്മീരി മുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികളും 1 by 1 ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എല്ലാം, കായവും ഉപ്പും ഒക്കെ നമ്മുടെ പാകത്തിന്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, എരിവായാലും എല്ലാം നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ പച്ചപ്പ് മണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് മൂത്ത് പോരുത്. മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പച്ചപ്പ് പോകുന്നിടം വരെ മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മുടെ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങയിൽ ഞാൻ ഓൾറെഡി ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് ആ അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഇത് ഈ കൂട്ടിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ കൂട്ടും നമ്മുടെ അച്ചാറും കൂടി ആ കഷ്ണങ്ങളും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത്രയുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും അടുക്കി പിടിച്ച് തന്നെ ഇളക്കണം കേട്ടോ. കാരണം നമ്മുടെ ആ നാരങ്ങയിലോട്ട് എല്ലാ കൂട്ടും ഒരേപോലെ എത്തുന്ന രീതിയിൽ തന്നെ
ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുറേ നേരം ഇളക്കി കൊടുക്കണം, കാരണം അതൊന്ന് വഴണ്ട് വരണം. ഓൾറെഡി അത് ഒത്തിരി വഴണ്ടിരിക്കുവാണെങ്കിലും കുറച്ചൊരു വഴലണം. എന്നിട്ട് നമുക്ക് പാകത്തിലുള്ള നാരങ്ങ അരിഞ്ഞു വെച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാകത്തിലുള്ള വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, കാരണം നാരങ്ങയൊക്കെ വേവാൻ വേണ്ടി. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ചില നാരങ്ങയ്ക്ക് നല്ല പുളി കാണും. അപ്പം ആ ഒരു പുളി കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഞാൻ പാനിയൊന്നും ആക്കിയില്ല, ജസ്റ്റ് ഒന്ന് ചിരുകി എടുത്തിട്ട് ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പം ഞാൻ നോക്കിയത് ഉപ്പിന്റെ കുറവുണ്ട്. ഞാനിപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പിന്റെ കുറവെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാൻ കേട്ടോ. നമ്മൾ എടുക്കുന്ന ഓരോ പുളിക്കും ഓരോ നാരങ്ങയ്ക്കും ചില നാരങ്ങയ്ക്ക് പുളി കാണത്തില്ല, ചിലതിന് ഭയങ്കര പുളിയായിരിക്കും. അപ്പൊ അതനുസരിച്ച് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ പാകത്തിന് നമുക്ക് ശർക്കര ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് തന്നെ ചിരികിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ചൂടായിക്കൊണ്ട് ഇരിക്കുമ്പം അത് ഓൾറെഡി അത് സെറ്റ് ആയിക്കോളും. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ കുറേ നേരം വെച്ചേക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതേപോലെ തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ ഒഴിച്ചിരുന്ന ആ വെളിച്ചെണ്ണ ഏതാണ്ട് ഈ നാരങ്ങയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ, ആ ഒരു പാകം ആകുമ്പോൾ നമ്മുടെ നാരങ്ങ റെഡി ആയിട്ടുണ്ട് അച്ചാറ്. അപ്പോൾ നാരങ്ങച്ചാറ് റെഡി ആകുന്ന പാകം നോക്കുന്നത് ഇതിങ്ങനെയാണ്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ തവി വെച്ചത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു സെക്കൻഡും കൂടി, ഒരു മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോണം. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഓണം സ്പെഷ്യലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്. അപ്പം നാളെ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ, സീ യു.